എഴുതിയുണ്ടാക്കിയ മാലയിൽ പറയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എങ്ങനെയാണോ പുറത്തു നിന്ന് കാണാൻ കഴിയുന്നത്, അതുപോലെ ഹൃദയം കാണാൻ മുഹ്യിദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത, അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത വാദം പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കി അതാ ദീനായിക്കൊണ്ട് ആചരിച്ചു പോവുകയാ മുസ്ലിം സമുദായം. ുള്ളവരെ, മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്, അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം പഠിപ്പിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? ആരോടാ പറയുന്നത്? അദ്ദേഹം മുസ്ലിം സമുദായത്തോടാ പറയുന്നത്. ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്, നിസ്കരിക്കാത്ത വലിയ, നോമ്പെടുക്കാത്ത വലിയ, നോമ്പെടുത്തവന്റെ നോമ്പ് മുറിപ്പിക്കുന്ന വലിയ, ഇതാര് പഠിപ്പിച്ചതാ പ്രിയമുള്ളവരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കരിച്ചിട്ടില്ലേ? നോമ്പെടുത്തിട്ടില്ലേ? അവിടുന്ന് നോമ്പെടുത്തവന് നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ചിന്തിക്ക്. ഇവിടെയുള്ള സാധാരണക്കാര് ചിന്തിക്കാനാ പറയുന്നത്. അവരിൽ നിന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നടക്കുന്ന സംസാരങ്ങൾ മുൻധാരണകളില്ലാതെ, പക്ഷപാതിത്വങ്ങളില്ലാതെ, സംഘടനാ സങ്കുചിത്വമില്ലാതെ തുറന്ന മനസ്സുമായി കേൾക്കുവാനും പരിശോധനയ്ക്ക് വിധേയമാക്കുവാനും തയ്യാറാകണമെന്നാണ് ആദ്യമായി ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത്. സാധാരണയായി മുജാഹിദുകളെ സംബന്ധിച്ച്, സലഫികളെ സംബന്ധിച്ച് ഇവർക്ക് അമ്പിയാ ഔലിയാക്കളില്ലാത്തവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, ദിക്റുകളില്ലാത്തവരാണ്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാത്തവരാണ്, പുണ്യങ്ങളെ മുഴുവൻ മുടക്കുന്നവരാണ് എന്നിങ്ങനെ തുടങ്ങി ധാരാളക്കണക്കിന് അപവാദങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ പുരോഹിതന്മാരാൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം വിഷയങ്ങളിലെല്ലാം മുജാഹിദുകളുടെ നിലപാട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഈ തെറ്റിദ്ധരിച്ചുപോയ ആളുകൾ അവരിൽ നിന്ന്, സലഫികളിൽ നിന്ന് അത് കേൾക്കുമ്പോഴേ അത് മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ തിരുത്തുവാനും കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും സംഘടനകളും കൂട്ടായ്മകൾക്കുമെല്ലാം ഉപരി നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. ഇവിടെ ജനിച്ച എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ്. ഒരാളും ഇവിടെ ശാശ്വതരായിട്ടില്ല. മരണത്തിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ടെന്നും പിന്നീട് ഖബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം പരിശോധിക്കപ്പെടുമെന്നും ദൃഢമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ നാം ഓരോരുത്തരും. ആ മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിന് വിജയിക്കാൻ ആവശ്യമായ മാർഗമേതാണ് എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയുമാണ്. അത് പഠിപ്പിക്കുവാനാണ് ലോകത്ത് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്. അത് പഠിപ്പിക്കാനാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. എത്ര കക്ഷികൾ ഉണ്ടായിരുന്നാലും, എത്ര തന്നെ ഗ്രൂപ്പുകളും സംഘടനാ വൈജാത്യങ്ങൾ ഉണ്ടായാലും സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് മരുഭൂമിയിലൂടെ ഒരു നേർരേഖ വരക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ വരച്ചു. അതിന്റെ ചുറ്റുഭാഗത്തും മറ്റു പല രേഖകളും അവിടുന്ന് വരച്ചു കൊടുത്തുകൊണ്ടാണ് നേർരേഖ തന്റെ സഹാബത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരച്ച ഈ നേർരേഖ, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ചൊവ്വായ മാർഗം, അതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗം. ഫത്തബിഊഹു, ആ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങൾ അതാ അതിന്റെ ചുറ്റുഭാഗത്തുമുണ്ട്, അതിനെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മാർഗങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ്. ആ നേർരേഖയിൽ ജീവിക്കാനാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് നീ വഴി കാണിക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണത്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗമല്ല. വലദ്ദാല്ലീൻ, നീ വഴിപിഴപ്പിച്ചവരുടെയും മാർഗമല്ല. ഒരു വിശ്വാസിയായ മനുഷ്യൻ ദിനേന 17 തവണ നിർബന്ധമായും ഇതേ പ്രാർത്ഥന അവന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആവർത്തിച്ച് റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, തേടുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് റബ്ബേ ഞങ്ങൾക്ക് നീ വഴി കാണിക്കടേ. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? അത് പ്രവാചകന്മാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത്, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവനാരോ, ഫഉലൈക, അക്കൂട്ടർ ആരുടെ കൂടെയാണ്? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ്. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? മിനൻ നബിയ്യീന, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീന, അതേ സുദ്ദീഖുകളായ ആളുകൾ, വശുഹദാ, ശുഹദാക്കളായ ആളുകൾ, വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകൾ. അവരുടെ കൂടെയാണ് സ്വർഗത്തിൽ പോകാൻ അവർക്ക് സാധിക്കുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാരാണവർ, എത്ര നല്ല കൂട്ടുകാരാണവർ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അതല്ലേ ആഗ്രഹിക്കുന്നത്? പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ, അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ, ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ, ശുഹദാക്കളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ. അതല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? അതിനെന്താണ് വേണ്ടത്? അല്ലാഹു പറഞ്ഞു തരികയാണ്, പടച്ച റബ്ബ് പഠിപ്പിക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത്,
അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് ആ പുണ്യമുള്ളത്. അവർക്കാണ് ആ അനുഗ്രഹം നേടാൻ സാധിക്കുക. ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഹൃദയങ്ങൾക്ക് പോലും ചിന്തിച്ച് പിടിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖാനുഭൂതികളുടെ രോഗമായ സ്വർഗം, ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതന്മാരുടെ കൂടെ പ്രവേശിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ധാരാളക്കണക്കിന് സംഘടനകളുണ്ട്. ഓരോരുത്തരും വ്യത്യസ്തമായ സംഘടനകളെ വിശ്വസിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഈ സമുദായം എന്റെ സമുദായം, അവർ ഭിന്നിച്ചു പോകുമെന്നാണ്. നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത് എന്താണ്? ഈ മുസ്ലിം സമൂഹത്തിന് ഒറ്റക്കെട്ടായി നിന്നാൽ പോരെ? അവരെന്തിനാ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാകുന്നത്? എന്തിനാ വ്യത്യസ്തമായ സംഘടനകളാകുന്നത്? ഒറ്റ വിഭാഗമായി നിലനിന്നാൽ പോരെ എന്നാ പലരും ചോദിക്കാറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, വഹ്യ മുഖേന ദീന് പഠിപ്പിച്ച നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ പഠിപ്പിച്ചു പോയത് എന്താണ്? ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനൂ ഇസ്രായീലരായ ആളുകൾ അവർ 72 കക്ഷികളായി പിരിഞ്ഞുപോയി. വസതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. എന്റെ സമുദായം അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം, വസതഫ്തരിഖു ഉമ്മതി, എന്റെ ഉമ്മത്ത് പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും, അലാ 73 മില്ല. 73 കക്ഷികളായി അവർ പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ആരാ ഇത് പറഞ്ഞത്? നമ്മൾ പോലെ സാധാരണ ഒരു മനുഷ്യനല്ല, ലോകം കണ്ട മാനവരിൽ മഹോന്നതനായ അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പഠിപ്പിച്ചത്. എന്റെ സമുദായം ജൂതനേക്കാൾ ക്രൈസ്തവനേക്കാൾ ഭിന്നിപ്പിന്റെ കാര്യത്തിൽ ഒരുപടി മുന്നിലാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ സമുദായത്തിലുള്ള എല്ലാ കക്ഷികളും ഒരുപോലെയാണ്, അവരൊക്കെ സ്വർഗത്തിലാണ്, അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിലായിക്കൊണ്ട് തന്നെയാണ്, അവരെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ് എന്നാ പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. 73 കക്ഷികളായി പിരിഞ്ഞു പോകുന്ന തന്റെ സമുദായം 72 വിഭാഗവും നരകത്തിലാണ്. ഒരൊറ്റ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നവർ. ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷികളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷികള്? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തോട് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബീ, ഞാനും എന്റെ സഹാബത്തും ഇന്ന് മതമായി കൊണ്ട് ആചരിക്കുന്ന, അതേ മതമായി കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും മതമായി ആചരിക്കുന്ന ആചാരങ്ങളെയും മതമായി ആരാണോ പിന്തുടരുന്നത്, അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷികൾ, അവരാണ് നാളെ പരലോകത്ത് വിജയിക്കുന്ന കക്ഷികൾ, അവരാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ അവകാശികൾ, അവരാണ് വിജയിക്കുന്ന വിഭാഗം, അവരാണ് സ്വർഗത്തിൽ പോകുന്ന വിഭാഗം. പ്രിയമുള്ളവരെ, ആരാ ഇത് പറഞ്ഞത്? സലഫികൾ അവരുടെ അഭിപ്രായം പറഞ്ഞതല്ല. സ്വർഗത്തിൽ പോകുന്ന കക്ഷികളതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പഠിപ്പിച്ചത്. മാ അന അലൈഹി വസ്ഹബീ, ഞാനും എന്റെ സഹാബത്തും അവർ മതമായി വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മതമായി ആചരിക്കുന്ന ആളുകളാണ്. അവിടെയും ഇസ്ലാം പഠിപ്പിച്ചതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരൊക്കെ മതത്തിലെ ഏത് മതത്തിലാണോ മതത്തിന്റെ വിശ്വാസമായി എന്താണോ കൊണ്ടു നടന്നത്, ആചാരങ്ങളായി എന്താണോ കൊണ്ടു നടന്നത്, അത് വിശ്വാസവും ആചാരമായും കൊണ്ടു നടക്കുന്നവരാണ്.
തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് ആ സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം വിട്ട് അവർ തെറ്റിപ്പോകാതിരിക്കാൻ, അവർ നരകത്തിന്റെ മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ, അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ്, അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പിഴച്ചു പോവുകയില്ല. എത്ര കക്ഷികളുണ്ടായാലും, എത്ര സംഘടനകൾ ഉണ്ടായാലും, എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായാലും, സ്വർഗത്തിന്റെ പാതയിലാണോ എന്ന് വിലയിരുത്താനുള്ള ഒരേ ഒരു മാനദണ്ഡം അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് ചെയ്തിട്ടുണ്ടോ? അവിടുന്ന് വിശ്വസിച്ച വിശ്വാസമാണോ ഇത്? അവിടുത്തെ സഹാബത്തിന് ഇത് പരിചയമുണ്ടോ? ഈ ഒരു പരിശോധനയാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ട് കാര്യം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോവുകയില്ല. ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ നരകത്തിന്റെ മാർഗത്തിലേക്ക് പോകേണ്ടി വരില്ല. നിങ്ങൾ സ്വർഗത്തിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബുല്ലാഹ്, അള്ളാന്റെ ഗ്രന്ഥമായ ഖുർആനാണത്. വസുന്നത്തു റസൂലിഹി, അതിന്റെ വിശദീകരണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണത്, അവിടുത്തെ ചര്യയാണ്. അഥവാ അവിടുന്ന് ദീനായി വാക്കിലൂടെ, പ്രവർത്തനത്തിലൂടെ, അംഗീകാരത്തിലൂടെ പഠിപ്പിച്ച കാര്യങ്ങളാണ് സുന്നത്ത് എന്ന് അല്ലാഹു സാങ്കേതികമായി കൊണ്ട് പ്രയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ, അവിടുന്ന് പ്രവർത്തിച്ച് കാണിച്ച കാര്യങ്ങൾ, അവിടുന്ന് അംഗീകരിച്ച കാര്യങ്ങൾ, ഇങ്ങനെ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നവർക്കാണ്, അവർക്കാണ് സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുക. അതുകൊണ്ട് സലഫികളായ ആളുകൾ ജനങ്ങളോട് പറയുന്നത്, ഇന്ന് നമ്മുടെ വിശ്വാസമായി കൊണ്ട് മുസ്ലിം സമൂഹം കൊണ്ടു നടക്കുന്ന ധാരാളം വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? സ്വഹാബത്തിന് പരിചയമുള്ളതാണോ? ഈ ഒരു പരിശോധനയാണ് പ്രിയമുള്ളവരെ നമ്മൾ നടത്തേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ഈ ദുനിയാവിൽ ഇതുകൊണ്ട് യാതൊന്നും പ്രിയമുള്ളവരെ ലാഭമില്ല. ഇവിടെ എന്തെങ്കിലും സ്വാധീനം ലഭിക്കണമെന്ന ആഗ്രഹമില്ല. ആരുടെ അടുക്കലും സലഫികൾ നിങ്ങൾ സമ്പത്ത് തരുമോ, നിങ്ങൾക്കിതാ ദീനിന്റെ കാര്യങ്ങൾ ഞങ്ങള് അതാ നിങ്ങൾക്ക് തേനൂതിത്തരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴിമുട്ടതാ 5 രൂപയുടെ കോഴിമുട്ട നിങ്ങൾക്ക് 500 രൂപക്ക് തരാം, നിങ്ങൾക്ക് ബറക്കത്ത് നൽകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആരെയും സാമ്പത്തികമായി ഒരു നിലക്കും ചൂഷണമില്ല. ഇത് തുറന്നു പറയുന്നത് പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ പ്രിയമുള്ളവരെ ആരും നമ്മളെ സഹായിക്കാനില്ല. അങ്ങനെ വിചാരണക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് പ്രിയമുള്ളവരെ നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോകുന്ന ഒരു രംഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. പടച്ചറബ് നാളെ പരലോകത്ത് അതേ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ സംസാരങ്ങളെ വിശദീകരിക്കുകയാണ്. കൂട്ടം കൂട്ടമായി മനുഷ്യരെ നരകത്തിലേക്ക് എങ്ങനെ തള്ളിവിടുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, എടോ നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? ഇങ്ങനെ നരകത്തിലേക്ക് പോകുന്ന തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗം സ്വീകരിക്കണമെന്ന് പറയാൻ നിങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നില്ലായിരുന്നുവോ? നിങ്ങളിലേക്ക് ഉത്ബോധകന്മാർ വന്നില്ലായിരുന്നുവോ? ആ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെന്താ മറുപടി പറയുന്നത്? ഞങ്ങൾ അറിഞ്ഞില്ല എന്നല്ല, ഞങ്ങൾ കേട്ടില്ല എന്നല്ല, മറിച്ച് അവർ പറയുന്ന മറുപടി എന്താ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയുകയാണ്, പടച്ച റബ്ബേ ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു.
ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഇങ്ങനൊരു നരകമുണ്ടെന്ന് പഠിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് പോകുന്ന മാർഗം സ്വീകരിക്കണമെന്ന് പറയാൻ താക്കീതുകാർ വന്നിരുന്നു. ഫകസ്സബ്നാ, പക്ഷേ ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനെ ഞങ്ങൾ കളവാക്കി കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈ, അല്ലാഹു പുതിയതായി ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാപ്പുപ്പാപ്പാരായി കാണുന്ന വിശ്വാസമുണ്ട്, ഞങ്ങളുടെ പ്രപിതാക്കളായി കണ്ടുവരുന്ന ആചാരങ്ങളുണ്ട്, അതിൽ നിന്ന് അല്പം പോലും മാറാൻ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ അവരെ കളവാക്കി കളഞ്ഞു. അവരെ ഞങ്ങൾ പുത്തൻവാദികൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തി. അവർ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. എന്നിട്ടാ നരകത്തിലതാ അവരിങ്ങനെ മരിക്കപ്പെടുമ്പോ നരകത്തിൽ അവർ, അതേ മരണമില്ലാത്ത ലോകമാണ് പ്രിയമുള്ളവരെ നരകമെന്ന് പറയുന്നത്. ഒരു തൊലി കരിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ഒരു തൊലി കരിഞ്ഞാൽ പകരം പടച്ച റബ്ബ് വേറെ തൊലി നൽകുകയാണ്. അവിടെ മരണമില്ല. മരണമില്ലാത്ത ലോകത്ത് അവനിങ്ങനെ മരിക്കപ്പെടുമ്പോൾ അവൻ പറയുന്ന ഒരു സംസാരമുണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് അതൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാ സൂചിപ്പിച്ചത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ ബാധ്യതയാണ് എത്തിച്ചു തരിക എന്നുള്ളത്. ആരെയും ഒരു നിർബന്ധിക്കുന്ന സമീപനം സലഫികൾക്കില്ല. ആരെയും പ്രത്യേകമായി കൊണ്ട് പ്രത്യേക സ്വാധീനം ചെലുത്തുന്ന ഏർപ്പാടൊന്നും സലഫികൾക്കില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശമിന്നതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആദർശമിന്നതാ. ഇത് ജനങ്ങളോടങ്ങ് തുറന്നു പറയും. അവിടെ ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല, ആരെയും ഒരു നിലക്കും ഇകഴ്ത്തി കാണിക്കാറുമില്ല. എല്ലാവരോടും സ്നേഹം തന്നെയാണ്. ഏറ്റവും വലിയ സ്നേഹം ഞങ്ങൾക്ക് റബ്ബിനോടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ടാ ഇത് ഗൗരവമായി നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട്, നരകത്തിൽ വെച്ചുകൊണ്ട് എത്ര അട്ടഹസിച്ച് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂലാ. ആ നരകത്തിന്റെ തീജ്വാലകളിലതാ അവരിങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോ അവർ അട്ടഹസിച്ച് നിലവിളിച്ച് പറയുകയാണ്, യാ ലൈതനാ അതഅനല്ലാഹ വ അതഅനർ റസൂലാ. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ചില്ലല്ലോ, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചില്ലല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ജീവിച്ചില്ലല്ലോ. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീലാ. നാട്ടിലുള്ള പ്രമാണിമാരെ, നേതാക്കന്മാരെ, പുരോഹിതന്മാരെ, അവരെയാ ഞങ്ങൾ പിൻപറ്റിയത്, അവരെയാ ഞങ്ങൾ അനുസരിച്ചത്. ഞങ്ങൾ ചിന്തിക്കാൻ തയ്യാറായില്ല. നാട്ടിൽ എന്താണോ ഉസ്താദ് പറയുന്നത്, നാട്ടിൽ എന്താണോ കാലങ്ങളായി കൊണ്ടു നടക്കുന്നത്, അതിന്റെ അപ്പുറം ഞങ്ങൾ ചിന്തിക്കാനോ ആലോചിക്കാനോ ഞങ്ങൾ തയ്യാറായില്ല. നരകത്തിൽ വെച്ചുകൊണ്ടാ മനുഷ്യർ പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ടതാ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്. ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞ പുരോഹിതന്മാർ, പ്രമാണിമാർ, നേതാക്കന്മാർ, അവർക്ക് നീ ഇരട്ടി ഇരട്ടി ശിക്ഷ നൽകണേ റബ്ബേ. വൽഅൻഹും ലഅനൻ കബീറാ. അവർക്ക് നീ വലിയ ശാപം നൽകണേ റബ്ബേ. പക്ഷേ പ്രിയമുള്ളവരെ, കാര്യമില്ല. ആ നരകത്തിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. മരണത്തിന്റെ മുമ്പേ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീനാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കാൻ കഴിയണം. അതുകൊണ്ടാ സൂചിപ്പിച്ചത്, ദീൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവിടെ ആ പ്രവാചകന്മാർ എന്താണോ ദീനായി പഠിപ്പിച്ചത് അതേ ദീനായി ആചരിക്കാവൂ. അതല്ലാത്ത ഒന്നും ദീനായി ആചരിക്കാവതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പുതിയതായി അതേ കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ തള്ളിക്കളയേണ്ടതാണ്.
ദീനായി 23 വർഷക്കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളല്ലാത്ത എന്തും മതമായി കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ തള്ളിക്കളയണം, ഇസ്ലാമായി സ്വീകരിക്കരുത്. അതിനെയാ ബിദ്അത്ത് എന്ന് പറയുന്നത്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസങ്ങള്, നമ്മുടെ ആചാരങ്ങള്, നമ്മുടെ അനുഷ്ഠാനങ്ങള് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണോ, സ്വഹാബത്തിന് പരിചയമുള്ളതാണോ എന്ന ഒരു പരിശോധനയാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, എന്താ പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിച്ചത്? ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ്. ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്നല്ല, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ആരോടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്? ആരോടാണ് പറയുന്നത്? റബ്ബിനെ അറിയാത്ത ആളുകളോടാണോ? മക്കയിലെ മുശ്രിക്കുകളായ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന ആളുകൾക്ക് റബ്ബിനെ അറിയാത്തവരാണോ അവർ? അല്ല പ്രിയമുള്ളവരെ, മറിച്ച് ഖാലിഖ് റബ്ബാണ് എന്ന് വിശ്വസിച്ചവരാണ്, റാസിഖ് റബ്ബാണ് എന്ന് വിശ്വസിച്ചവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ അല്ലാഹുവാണ്. ഈ വിശ്വാസമുള്ളവരായിരുന്നു അവർ. മാത്രമല്ല, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നവരുമാണ്. ആര്? മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കണം, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിലതാ ഉപജീവനം നൽകുന്നവൻ, അതുപോലെ തന്നെ ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവരാണ്. മഴയിറക്കി തരുന്നത് അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചവരാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിനോട് തേടിയവരുമാണ്. എന്നിട്ടും അവർ മുസ്ലിങ്ങളായിട്ടില്ല. ആരാ ഇത് പറഞ്ഞത്? വഹാബികളെ, സലഫികളെ, നിങ്ങൾ എന്തേ മുശ്രിക്കുകളെ മുസ്ലിങ്ങളാക്കുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പടച്ച റബ്ബാണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചവരാണ്, അല്ലാഹുവാണ് റാസിഖ് എന്ന് വിശ്വസിച്ചവരാണ്, അല്ലാഹുവാണ് മുദബ്ബിർ എന്ന് വിശ്വസിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വല ഇൻ സഅൽതഹും, നബിയെ ചോദിക്കവരോട്. ആരോട്? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കേ. മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? വസഖറ ശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ അധീനപ്പെടുത്തിയവനും ആരാണ്? ആരോട് ചോദിക്കാനാ അല്ലാഹു പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാനാണ്. എന്താ അവരുടെ മറുപടി? ലാത്തയാണ് എന്നാണോ? ഉസ്സയാണ് എന്നാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നാണോ? അല്ല, പടച്ച റബ്ബ് പറയുകയാണ്, അല്ലാഹുവാണ് എന്നവർ മറുപടി പറയുക തന്നെ ചെയ്യും. അവരുടെ മറുപടി എന്താ? അള്ളയാണ് എന്ന. ആരാ ആകാശങ്ങളെ സൃഷ്ടിച്ചത്? ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? ആരാണ് സൂര്യചന്ദ്രാദികളെ നിയന്ത്രിക്കുന്നത്? അവരുടെ മറുപടി എന്താണ്? അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ലാത്തയാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല, ഉസ്സയാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, അവരോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്, അവരോട് ചോദിക്കുന്ന നബിയെ, മൻ നസ്സല മിനസ് സമാഇ മാആ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആരാ മഴമേഘങ്ങളിൽ നിന്ന്, വാനലോകത്ത് നിന്ന് മഴ ഇറക്കി തരുന്നവൻ ആരാട്? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയാണ്. എന്താ അവരുടെ മറുപടി? പ്രിയമുള്ളവരെ, ആ മഴ മുഖേന നിർജീവമായ ഭൂമിയെ സജീവമാക്കുന്നവൻ ആരാ? അവരുടെ മറുപടി എന്താണ്? അല്ലാഹുവാണ് എന്ന. ഇബ്രാഹിം നബിയാണ് എന്നല്ല, ലാത്തയാണ് എന്നല്ല, ഉസ്സയാണ് എന്നല്ല, അല്ലാഹുവാണ് എന്ന മക്കയിലെ മുശ്രിക്കുകൾ മറുപടി പറഞ്ഞത്. തീർന്നില്ല. ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ്? മക്കയിലെ മുശ്രിക്കുകളുടെ മറുപടി എന്താണ്? പ്രിയമുള്ളവരെ, അല്ലാഹുവാണ് എന്നാണ്. അല്ലാഹുവാണ് കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അവർ മുസ്ലിങ്ങളായിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല, അവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വലിയ വലിയ തിരമാലകൾ, അവരുടെ കപ്പലിനെ മൂടുമാറുള്ള വലിയ വലിയ തിരമാലകൾ അവരുടെ കപ്പലിന്റെ നേരെ വീശിയടിക്കുമ്പോൾ അവരതാ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇതൊക്കെ ആരാ പറയണത്?
വിശുദ്ധ ഖുർആനിൽ പടച്ചറബ് പറയുന്നത് അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകള് അവർ പ്രാർത്ഥിച്ചതാരോടാണ്? ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടല്ല, മറിച്ച് അവർ തേടിയതാരോടാണ്? അല്ലാഹുവിനോടാ അവർ തേടിയത്. എങ്ങനെയാ തേടിയത്? വെറും തേട്ടമല്ല, മുഖ്ലിസീന, ഇഖ്ലാസോടുകൂടെയാണ്, ലഹുദ്ദീന, റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ടാണ്. അതാ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് തേടുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അങ്ങനെ നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഫഇദാഹും യുശ്രികൂൻ, അവരതാ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു. അപ്പൊ അല്ലാഹുവിനോട് തേടിയവരുമാണ് മുശ്രിക്കുകൾ. പിന്നെ എന്തേ അവർ മുശ്രിക്കുകളായത്? പ്രിയമുള്ളവരെ, അല്ലാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് റാസിഖ് എന്ന് വിശ്വസിച്ചിട്ടും, അല്ലാഹുവാണ് മുദബ്ബിർ എന്ന് വിശ്വസിച്ചിട്ടും, അതേ നടുക്കടലിൽ എത്തുമ്പോൾ അല്ലാഹുവിനോട് അവർ തേടിയിട്ടും അവർ മുസ്ലിങ്ങളായില്ല. അവർ ഇസ്ലാം പരിചയപ്പെടുത്തിയത് മുശ്രിക്കുകളായിക്കൊണ്ടാ. എന്തേ കാരണം? അതാ അവരുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത. അവർ അല്ലാഹുവിനോട് തേടി, അതോടൊപ്പം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരായിക്കൊണ്ട് ലാത്തയോട് തേടി, ഉസ്സയോട് തേടി, മനാത്തയോട് തേടി, പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തേടി, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തേടി. അവർ അള്ളാഹിനോടും തേടി, അള്ളാന്റെ കൂടെ അമ്പിയാക്കളോട് തേടി, അള്ളാന്റെ കൂടെ ഔലിയാക്കളോട് തേടി. ആരാലാത്തയും ഉസ്സയും മനാത്തയും അവരൊന്നും പ്രിയമുള്ളവരെ കേവലം ബിംബങ്ങളല്ല, അവരൊക്കെ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്. അവർ മരിച്ചപ്പോൾ അവരുടെ സ്മാരകങ്ങളായി ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കിയതാണ്. അവരോടാ തേടിയത്. എന്താ തേടാനുള്ള കാരണം? അള്ളാനെ പോലെയാണ് ഇബ്രാഹിം നബി എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അള്ളാനെ പോലെയാണ് ലാത്ത എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് എന്തിനാ തേടിയത്? അതും റബ്ബാണ് പഠിപ്പിച്ചു തരുന്നത്. അള്ളാന്റെ അടുക്കലെത്തുമ്പോ, നാളെ പരലോകത്തെത്തുമ്പോ ഇവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആളുകളാകും. ഇതാണ് ഒരു വിശ്വാസം. രണ്ടാമത്തെ വിശ്വാസം എന്താണ്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരോട് തേടുന്നില്ല. അപ്പൊ എന്തിനാ അവർ ഇബ്രാഹിം നബിയോട് തേടിയത്? എന്തിനാ ലാത്തയോട് തേടിയത്? എന്തിനാ ഉസ്സയോട് തേടിയത്? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. അല്ലാതെ അള്ളാനെ പോലെയാണ് ഇബ്രാഹിം നബി എന്നവർ വിശ്വസിച്ചിട്ടില്ല, അള്ളാനെ പോലെയാണ് ലാത്ത എന്നവർ വിശ്വസിച്ചിട്ടില്ല, അള്ളാനെ പോലെയാണ് ഉസ്സ എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്തുണ്ടായത്? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരായി സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അവർ മുശ്രിക്കുകളായത്, അതുകൊണ്ട് അവർ ശിർക്കിന്റെ ആളുകളായത്. അവരോടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. മാത്രം അല്ലാഹുവിനോട് മാത്രം പടച്ച റബ്ബേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ആദർശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കുകളായ ആളുകളും അവരതാ ബദറിലേക്ക് കടന്നു വരികയാണ്. ആ ബദറിലേക്ക് വരുന്ന അബൂജഹലും സംഘവും ആരോടാ പ്രാർത്ഥിച്ചത്? ലാത്തയോടാണോ? ഉസ്സയോടാണോ? മനാത്തയോടാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണോ? അല്ല. മറിച്ച് ആ അബൂജഹലും സംഘവും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോ പ്രിയമുള്ളവരെ, അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിക്കോ. അബൂജഹലതാ അവരതാ ബദറിലേക്ക് പുറപ്പെടുമ്പോ, ആ ബദറിന്റെ തലേ ദിവസമതാ ആ യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടതാ അബൂജഹൽ തേടുകയാണ്. അല്ലാഹുമ്മ, എന്താ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉൻസുർ അലൽ ജുൻദൈൻ, ഏറ്റവും വലിയ സൈന്യത്തെ നീ സഹായിക്കണേ റബ്ബേ. വഅക്രിമിൽ ഫിഅതൈൻ, ഏറ്റവും നല്ല മാന്യന്മാരെ നീ സഹായിക്കണേ റബ്ബേ. വഖൈറുൽ ഖബീലതൈൻ, ഏറ്റവും നല്ല ഗോത്രക്കാരെ നീ സഹായിക്കണേ റബ്ബേ.
ആരോടാ തേടിയത്? അള്ളാഹിനോടാ തേടിയത്. ആരാ തേടിയത്? ഒന്നാം നമ്പർ മുശ്രിക്കായ അബൂജഹലാ തേടിയത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിൽ തലേ ദിവസം രാത്രിയിൽ വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള കാണുമാർ അള്ളാഹുവിനോട് തേടുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബാ, അല്ലാഹുവേ ഈ ചെറുസംഘത്തെ എങ്ങാനും നാളത്തെ പ്രഭാതത്തിൽ നീ പരാജയപ്പെടുത്തിയാൽ ലാ തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുകയില്ല റബ്ബേ. ആരോടാ തേടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതും അല്ലാഹുവിനോടാണ്. അബൂജഹലും തേടിയതാരോടാ? അല്ലാഹുവിനോടാണ്. പിന്നെ എന്നേ ഇവർക്കുള്ള പ്രശ്നം എന്താ പ്രിയമുള്ളവരെ? ഇവർക്കുള്ള പ്രശ്നം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? അള്ളാഹിനോട് മാത്രമേ തേടാവൂ എന്നാണ്. അബൂജഹലിന്റെ ആദർശം എന്താ? അള്ളാഹിനോടും തേടണം. അമ്പിയാക്കളായ ഇബ്രാഹിം നബിയോടും സഹായം തേടണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സഹായം തേടണം. സ്വാലിഹീങ്ങളായ ലാത്തയോടും സഹായം തേടണം. ഉസ്സയോടും സഹായം തേടണം. മനാത്തയോടും സഹായം തേടണം. എന്തിനെ? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഈ ആദർശങ്ങൾ തമ്മിലായി ഏറ്റുമുട്ടിയത്. ഇങ്ങനെയുള്ള അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്മാരെ സ്വീകരിച്ച ആളുകളോടാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറയുന്നത്. ഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയേ, ഇന്നമാ അദ്ഉ റബ്ബീ വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം റബ്ബേ എന്ന് വിളിക്കേണ്ടതിന് പകരം ആ പ്രാർത്ഥനയെങ്ങാനും ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് വഴിമാറിപ്പോയാൽ പ്രിയമുള്ളവരെ, അവന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മയാണ്. അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. സ്വർഗം ഹറാമാകുന്ന തിന്മയാണ്. പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ പ്രിയമുള്ളവരെ? അള്ളാഹിനോട് തേടാത്തവരല്ല, അള്ളാഹിനോട് തേടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ അള്ളയല്ലാത്തവരോട് തേടാണ്. ബദരീങ്ങളോട് തേടാണ്, മമ്പറന്തങ്ങളോട് തേടാണ്, മൊനമ്പത്ത് ബീവിയോട് തേടാണ്, സിഎമ്മിനോട് തേടുകയാണ്, അള്ളയല്ലാത്ത പലരോടും തേടുകയാണ്. അവരും പറയുന്ന വാദം എന്താണ്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. അതല്ലേ മുശ്രിക്കുകളുടെ വാദമായിട്ടുണ്ടായിരുന്നത്. അതന്നല്ലേ അബൂജഹലിന്റെ വാദം, അത് തന്നെയല്ലേ ഉത്ബത്തിന്റെ വാദം. ആ വിശ്വാസമല്ലേ ശൈബത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളന്റെ ആവശ്യമില്ല. അള്ളയാ പറഞ്ഞത് നബിയെ പറഞ്ഞു കൊടുക്കവരോട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് തങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക് നബിയെ, ഫഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനായിട്ടുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ അവന്റെ സമീപസ്ഥനായിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് അവൻ തേടട്ടെ, എന്നിൽ അവൻ വിശ്വസിക്കട്ടെ, അവൻ നേർമാർഗം പാർപ്പിക്കുന്നവനാകാൻ വേണ്ടിയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. രോഗം നൽകുന്നവൻ ആരാ? അള്ളയല്ലേ. രോഗത്തിന് ശമനം നൽകുന്നവൻ ആരാ? അള്ളയല്ലേ. പ്രിയമുള്ളവരെ, അള്ളയല്ലാത്ത ഒരാൾക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. അള്ളയല്ലാത്ത ഒരാൾക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. അള്ളയല്ലാത്ത ഒരാൾക്കും നമ്മുടെ മുറാദ് ഹാസിലാക്കാൻ കഴിയില്ല. അള്ളയല്ലാത്ത ഒരാൾക്കും നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയില്ല. നൽകുന്നവനാണ് തടയാൻ കഴിയുന്നവൻ. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ എടുത്തു നോക്ക്, വിശുദ്ധ ഖുർആൻ എടുത്തു നോക്ക്, എത്രയെത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. എല്ലാ പ്രവാചകന്മാരും തേടിയതാരോടാ? അള്ളാഹുവിനോടല്ലേ. എത്രയെത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട്. രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദുരിതക്കയത്തിൽ നീന്തി തുടങ്ങിയ അതേ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തേടിയതാരോടാണ്? അള്ളാഹുവിനോടല്ലേ.
അള്ളാഹിനോടല്ലേ തേടിയത്? ഏതെങ്കിലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മക്ബറ തേടിപ്പോയോ? അവിടെ പോയി ജാറം മൂടിയോ? അവിടെ പോയി തവാഫ് ചെയ്തോ? അവിടെ പോയി വിളക്ക് കത്തിച്ചോ? അവിടേക്ക് നേർച്ചയാക്കിയോ? അവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രിയമുള്ളവരെ ഇന്ന് മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അമ്പിയ ഔലിയാക്കളുടെ ഖബറാണെന്ന് പറഞ്ഞുകൊണ്ട് പല ഖബറിന്റെ അടുക്കലും പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി കൊണ്ടത് അവിടേക്ക് നേർച്ചയർപ്പിക്കുകയാണ്. രോഗശമനത്തിന് വേണ്ടി അവിടെ പോയി തന്റെ മനസ്സിന്റെ വേദനകൾ തുറന്നു പറയുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ ചരിത്രമില്ലേ ഖുർആനിൽ? എത്രയെത്ര പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോടല്ലേ. ഇനി നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്. ഒരു വിശ്വാസി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവന്റെ കിടക്കപ്പായിലേക്ക് എത്തുന്നതുവരെയുള്ള എത്രയെത്ര സമയങ്ങളിലുള്ള പ്രാർത്ഥനയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ പ്രാർത്ഥനയും പടച്ച റബ്ബിനോടാണ്. ഏതെങ്കിലും മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് അവർ തേടിയിട്ടില്ല, ഔലിയാക്കളോട് തേടിയിട്ടില്ല. അതിന്റെ അർത്ഥം ഔലിയാക്കളില്ല എന്നല്ല. അങ്ങനെ ഒരു നിലക്കുള്ള തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ട്. അതാ സലഫികൾക്ക് ഔലിയാക്കളില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഔലിയാക്കളില്ല എന്ന് പറയുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. വിശുദ്ധ ഖുർആന പഠിപ്പിച്ചത് ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്. ആരാണ് ഈ ഔലിയാക്കള്? എന്താണ് ഈ കറാമത്ത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം നിങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. അല്ലദീന ആമനൂ, അവർ ഈമാനുള്ളവരാണ്, അവർ തഖ്വയുള്ളവരാണ്. ആ ഔലിയാക്കളിൽ ഒന്നാമത്തെ വലിയാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ വലിയാരാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ വലിയാരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നാലാമത്തെ വലിയാരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടെ നിങ്ങോട്ടുള്ള സഹാബത്ത് മുഴുവൻ ഔലിയാക്കളല്ലേ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ഔലിയാക്കളുടെ അവസ്ഥ എന്താണ്? ഈ ഇസ്ലാമിൽ ഔലിയാക്കൾ ഉണ്ട് എന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. അതാ സലഫികളും പറയുന്നത്. ആ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുത്തവരാണ്, അവർ ദീനിന് വേണ്ടി പ്രയത്നിച്ചവരും അധ്വാനിച്ചവരുമാണ്. നമ്മുടെ നാട്ടിലെ ഔലിയാക്കളുടെ അവസ്ഥ എന്താണ്? ഒരിക്കൽ ദീനില്ല, ഒരിക്കൽ 40 തടിയാണ്. ഇവിടുത്തെ തടി നിസ്കരിക്കൂല, 40ാമത്തെ ഒരു തടി അവിടെ ഒക്കെ നിസ്കരിക്കാ ചെയ്യ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും മഹനീയമായ ഔലിയാക്കൾ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഇകഴ്ത്തി കാണിച്ചുകൊണ്ടല്ലേ ഇവിടുത്തെ ഔലിയാക്കളുള്ള വിശ്വാസം അതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഊരും പേരും അറിയാത്തവർ, ആരാണ് പേര് എന്നറിയില്ല, എവിടെയാണ് വീടെന്നറിയില്ല, ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല. ഈ ഔലിയാക്കളെ വിശ്വസിക്കുന്ന ഈ ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കളുണ്ട് എന്ന് പറയുന്ന ആളുകൾ പറയാണ്, ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാന്യർ നിറഞ്ഞുള്ള നാട്, അതെ വെളിയങ്കോട്ടും മരകാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഔലിയാക്കളുടെ കറാമത്താണ്. എന്താ? ഊരും പേരും അറിയില്ല. അങ്ങനത്തെ ഒരു വലിയ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഊരും പേരും അറിയാത്ത, നാടേതെന്നറിയാത്ത, വീടേതെന്നറിയാത്ത, പേരെന്തെന്നറിയാത്ത ഒരു വലിയനെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. നിസ്കരിക്കാത്ത വലിയ, നോമ്പെടുക്കാത്ത വലിയ, നോമ്പെടുത്തവന്റെ നോമ്പ് മുറിപ്പിക്കുന്ന വലിയ, ഇതാര് പഠിപ്പിച്ചതാ? പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും നിസ്കരിച്ചിട്ടില്ലേ? നോമ്പെടുത്തിട്ടില്ലേ? അവിടുന്ന് നോമ്പെടുത്തവന് നോമ്പ് മുറിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ ചിന്തിക്ക്. ഇവിടെയുള്ള സാധാരണക്കാര് ചിന്തിക്കാനാ പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കാരുടെ കബർ പൊങ്ങിയിട്ടുണ്ടോ? സഹാബത്തല്ലേ ഒന്നാമത്തെ ഔലിയാക്കൾ. അവിടെ കബർ പൊങ്ങിയിട്ടുണ്ടോ? അവിടെ ജാറം മൂടിയിട്ടുണ്ടോ? അവിടെ പച്ചപ്പുതപ്പ് വിരിച്ചിട്ടുണ്ടോ? അവിടെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടോ? അവിടെ തവാഫ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഉറൂസ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആനവരവുണ്ടായിട്ടുണ്ടോ? അവിടെ പെട്ടിവരവുണ്ടായിട്ടുണ്ടോ? അവിടെ ചന്ദനക്കുടം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ജാറലേലം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് സലഫികൾ എതിർക്കുന്നത്. ഔലിയാക്കളുണ്ട്, കറാമത്തുണ്ട്. എന്നാൽ നാട്ടിലുള്ള, നമ്മുടെ നാട്ടിൽ കാണുന്ന നിസ്കരിക്കാത്തവൻ, നോമ്പെടുക്കാത്തവൻ, ചുരുട്ട് വലിച്ചു നടക്കുന്നവൻ, ഇതൊക്കെയാ ഇവരുടെ കറാമത്ത്. ഇതൊന്നും ഔലിയാക്കളല്ല. ഇതിനെ സലഫികൾ എതിർക്കുന്നത്. അല്ലാതെ ഔലിയാക്കളില്ല എന്ന് പറയുന്നില്ല. ഇനി കറാമത്തുണ്ട്. എന്താ കറാമത്ത്? പറഞ്ഞ മാജിക് അല്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന അടിമകളിലൂടെ അള്ളാഹു പ്രകടമാക്കുന്നതാണ്.
അല്ലാതെ ഒരാൾക്ക് സ്വതന്ത്രമായ കഴിവല്ലാതെ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ 2 സഹാബിമാർ നടന്നു പോകുകയാണ്. വലിയ കൂരിരുട്ടാണ്. അവർക്ക് മുന്നിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് വഴി കാണിച്ചുകൊണ്ട് ആ പ്രകാശത്തിൽ ഈ 2 സഹാബിമാരും ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ 2 സഹാബിമാർ അവരുടെ 2 വീടുകളിലേക്ക് 2ആയി പിരിഞ്ഞുപോയി. ഈ പ്രകാശവും 2ആയി പിളർന്നു. അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. എന്നാൽ അടുത്ത ദിവസം ഈ 2 സഹാബിമാർ ലൈറ്റ് കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ആ സഹാബിമാർ, പ്രിയമുള്ളവരെ, ഞങ്ങൾക്കിതാ കറാമത്തുണ്ടായി, എല്ലാവരും ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വീടിന്റെ മുന്നിൽ പച്ചക്കൊടി കെട്ടി അവിടേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കറാമത്തുണ്ട്, അതിൽ സംശയമല്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ? നിസ്കരിക്കൂല അല്ലേ? 40 തടിയാണ്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയാൻ കാരണമായ രോഗത്തിന് അടിമപ്പെട്ടപ്പോൾ അവിടുത്തെ ബോധം ഇടക്ക് വരുന്നുണ്ട്, ഇടക്കത് നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വരുന്ന സന്ദർഭത്തിൽ അതാ അവിടുന്ന് നമസ്കരിക്കാൻ വേണ്ടി നിലത്തുറക്കാത്ത കാലുമായി 2 സഹാബിമാരുടെ തോളിൽ കൈയിട്ട് കൊണ്ടതാ മിഹ്റാബിലേക്ക് പോവുകയാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നമ്മുടെ നാട്ടിലെ ഔലിയാക്കളുടെ അവസ്ഥ എന്താ? യഖൂലൂന യാ ഹാദാ തറക്ത സ്വലാതക അലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. ആളുകൾ ചോദിക്കുന്നത്, വലിയ നിസ്കരിക്കണില്ലല്ലോ, അവർ അറിയുന്നുണ്ടോ ഉസല്ലി ബിമക്കത, ഞാൻ മക്കത്ത് നിസ്കരിക്കാണ്. ഇസൈസ് ഔലിയാക്കൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. ഇനി കുറെ പറയാണ്ട്. ഔലിയാക്കളെ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ ഇറങ്ങാത്ത ഫ്ലൈറ്റിനെ പിടിച്ചിറക്കുന്ന ആളുകൾ നോക്കൂ നിങ്ങൾ, എത്രത്തോളം പ്രിയമുള്ളവർ റബ്ബാണ് എന്ന് വരെ വിശ്വസിക്കുന്ന തലത്തിലേക്ക്, CM റബ്ബാണ് എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക്, മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിക്കാത്ത, അവർ പോലും പറയാൻ ലജ്ജിച്ച, അതിനേക്കാൾ കടുത്ത കുഫ്രിയത്താണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബാണ് എത്രത്തോളം ഗൗരവമാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, സലഫികൾ പറയുന്നത് ഏകനായ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അവനല്ലാത്ത ഒരാളും പ്രാർത്ഥന കേൾക്കുന്നവനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, അതേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ഒരാളും പ്രാർത്ഥന കേൾക്കില്ല. ഇൻ തദ്ഉഹും, നിങ്ങൾ അല്ലാത്തവരോട് തേടിയാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി നിങ്ങളുടെ വാദത്തിന് വേണ്ടി കേൾക്കുമെന്ന് സമ്മതിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ അവർ നിഷേധിച്ചു തള്ളും. അല്ലാത്ത ആരോട് തേടിയാലും, അത് മുഹിയുദ്ദീൻ ശൈഖാകട്ടെ, മമ്പുറന്തങ്ങളാകട്ടെ, മൊനമ്പത്തി ബിവിയാകട്ടെ, CM ആകട്ടെ, ഏത് പടച്ചറപ്പല്ലാത്ത ആരുമാകട്ടെ, അത് ബാബയാകട്ടെ, അമ്മയാകട്ടെ, ബീവിയാകട്ടെ, മരമാകട്ടെ, കല്ലാകട്ടെ, വള്ളികളാകട്ടെ, ഇതിനെയൊക്കെ ഇന്ന് മുസ്ലിം സമൂഹം ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാരും പ്രാർത്ഥന കേൾക്കൂല, പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകൂല. അതാ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏകനായ റബ്ബിനോട് മാത്രമാണ് നമ്മൾ ആരാധനകൾ നിർവഹിക്കേണ്ടത്. എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട് മാത്രമേ നമ്മൾ അർപ്പിക്കാവൂ. റബ്ബല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതോടുകൂടി സ്വർഗം ഹറാമാണ്. എന്തുകൊണ്ട് റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല? എന്തുകൊണ്ടാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകൾ, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ, അവർ ഇബാദുൻ അംസാലക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്, നിങ്ങളെ പോലെയുള്ള അടിമയാണ്. മുഹിയുദ്ദീൻ ശൈഖ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ജന്മമെടുത്ത വ്യക്തിയാണ്. പടച്ച റബ്ബ് നിശ്ചയിച്ച അവധി കഴിഞ്ഞപ്പോൾ വിട പറഞ്ഞു പോയ വ്യക്തിയാണ്. തന്റെ ജീവനെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വ്യക്തിയാണ്. അതാ മുഹിയുദ്ദീൻ ശൈഖ്. മമ്പുറന്തങ്ങളും ഇവിടെ ജനിച്ചു മരിച്ചു പോയ മനുഷ്യനാണ്. മനമ്പത്ത് ബീവിയും ജനിച്ചു മരിച്ചു പോയ മനുഷ്യനാണ്. ഇങ്ങനെ തുടങ്ങി റബ്ബല്ലാത്ത ആരോട് നിങ്ങൾ തേടിയാലും അവരൊക്കെ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള റബ്ബിന്റെ അടിമകളാണ്. അതുകൊണ്ട് ആ മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത്,
മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇജ്അൽ ഖൽബക മസ്ജിദാ, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പള്ളികളാക്കണം. ആരാ ഇത് പറഞ്ഞത്? മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പള്ളികളാക്കണം. അള്ളാന്റെ കൂടെ നിങ്ങൾ അതേ മറ്റൊരാളോടും നിങ്ങൾ ദുആ ചെയ്തുകൂടാ. മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്. ആ മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയാണ് അദ്ദേഹം മരിച്ച് അതേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഖുതുബിയത്ത് ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ അതാ മാലയുണ്ടാക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, മുഹയ്യദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയങ്ങൾ പള്ളികളാക്കണം, അള്ളാന്റെ കൂടെ മറ്റുള്ളവരോട് നിങ്ങൾ ദുആ ചെയ്തുകൂടാ. എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതുകയാണ്. കമാ ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അവിടെ വെച്ചുകൊണ്ട് റബ്ബിന്റെ കൂടെ നിങ്ങൾ മറ്റുള്ളവരോട് ദുആ ചെയ്തുകൂടാ. ഈ ആയത്തോതി കൊടുത്തുകൊണ്ടാ മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അദ്ദേഹം മുസ്ലിം സമുദായത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആര്? മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. സാധാരണയായി പറയാറുണ്ട് മുഹയ്യദ്ദീൻ ശൈഖിനെ കുറ്റം പറയണവരാ സലഫികള്. എന്നാൽ കേട്ടോളൂ പ്രിയമുള്ളവരെ, മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പഠിപ്പിക്കുകയാണ്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? ആരോടാ പറയുന്നത്? അദ്ദേഹം മുസ്ലിം സമുദായത്തോടാ പറയുന്നത്. ആരാ പറയുന്നത്? മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് മുസ്ലിം സമുദായത്തോടാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണുള്ളത്? മുസ്ലിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരില്ലേ? ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക? വഫീ ഖൽബിക കം ഇലാഹ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ് നീ സൂക്ഷിച്ചിട്ടുള്ളത്? കുല്ല ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി വഹുവ സനമുക, നിനക്ക് പ്രതിസന്ധി വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നീ അവലംബമായി കാണുന്ന പല ശക്തികളും നിന്റെ ഹൃദയത്തിലുണ്ട്. നിനക്ക് രോഗം വരുമ്പോ നീ തേടുന്നത് റബ്ബിനോടല്ല. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ തേടുന്നത് റബ്ബിനോടല്ല, നീ പലരോടുമാണ്, അല്ലാത്ത പലരോടുമാണ്. മഖബറകളിൽ മറമാടപ്പെട്ട് കിടക്കുന്നവരോടാണ്, ഔലിയാക്കളോടാണ്, അമ്പിയാക്കളോടാണ്. അവരോടാ മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. നിനക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ നീ അവലംബമായി കാണുന്ന ശക്തികളില്ലേ, വ്യക്തികളില്ലേ, അതൊക്കെ നിന്റെ മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, നിന്റെ നാവ് കൊണ്ട് നീ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട്, നിന്റെ ഹൃദയത്തിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞത് മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ്. ഇങ്ങനെ അല്ലാഹനെ മാത്രം വിളിച്ചു തേടണമെന്ന് പറഞ്ഞ മുഹയ്യദ്ദീൻ ശൈഖ്, നിന്റെ ഹൃദയത്തിൽ നിനക്ക് പ്രയാസം വരുമ്പോൾ കാണുന്ന, നീ അവലംബമായി കാണുന്ന ശക്തികൾ മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ മുഹയ്യദ്ദീൻ ശൈഖ്, ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, അദ്ദേഹം പറയുകയാണ്, ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോ അല്ലാഹയല്ലാത്ത ഒരാളോടും നീ ആവലാതി ബോധിപ്പിക്കണ്ട. ഇത് പറഞ്ഞ മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയോടതാ പിൽക്കാലത്ത് തേടുകയാണ്, അല്ലെ? മുഹയ്യദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹയോട് ഖുതുബിയത്തിലൂടെ തേടാണ്. ഇനി ചിന്തിക്ക് പ്രിയമുള്ളവരെ, ആരാണ് ഈ ഖുതുബിയത്ത് ഉണ്ടാക്കിയത്? ഈ ഖുതുബിയത്ത് ഉണ്ടാക്കിയത് ആരാ? മുഹയ്യദ്ദീൻ ശൈഖ് ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. മുഹയ്യദ്ദീൻ ശൈഖ് ഇത് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. താബികൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. തബഉ താബികൾ കണ്ടിട്ടുണ്ടോ? അവരൊന്നും ഖുതുബിയത്ത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ നേർച്ചപ്പാട്ടായി സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഖുതുബിയത്ത് ഉണ്ടാക്കിയത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഹിജ്റ 1040 ജനിച്ച് ഈ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഹിജ്റ 1040 ജനിച്ച് 1115 മരണപ്പെട്ട സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഖുതുബിയത്ത് ഉണ്ടാക്കിയത്.
എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബിയത്ത് കണ്ടിട്ടില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, തബഉ താബികൾ കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, ഇമാം മാലിക് റഹിമഹുല്ലാഹ് അത് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അത് കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖുതുബിയത്ത് കണ്ടിട്ടില്ല, അത് ചൊല്ലിയിട്ടുമില്ല. ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? ഇതിനെയാണ് സലഫികൾ ചോദ്യം ചെയ്യുന്നത്. മുഹയ്യിദ്ദീൻ ശൈഖ് പോലും അത് കണ്ടിട്ടില്ല. ഇനി ഏറ്റവും പഴക്കമുള്ള മാലയാണ് മുഹയ്യിദ്ദീൻ മാല. അതുണ്ടാക്കിയതാരാ? കോഴിക്കോട്ടുകാരനാണ്. കണ്ടോ, അത് കോഴിക്കോട്ടുകാരൻ. അതിന് പ്രായം 400 ചില്ലറ വയസ്സേ ആയിട്ടുള്ളൂ. 400 ചില്ലറ വയസ്സേ ആയിട്ടുള്ളൂ. ഹിജ്റ 1000 വരെ ജനിച്ച ഒരു മനുഷ്യനും അത് പരിചയമല്ല. ഹിജ്റ 1000 വരെ ജനിച്ച ഒരൊറ്റ മുസ്ലിമിനും പ്രിയമുള്ളവരെ മാല പരിചയമില്ല. ഏറ്റവും പഴക്കമുള്ള മാല മുഹയ്യിദ്ദീൻ മാല. അതിനുശേഷമാണ് മഞ്ഞക്കുളം മാല, മറ്റുള്ള നൂലാമാലകൾ. നിങ്ങൾ ചിന്തിക്കണം, ഇതെങ്ങനെ ഇസ്ലാമാകുന്നത്? ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ഔലിയാക്കളോട് സ്നേഹമല്ലാഞ്ഞിട്ടല്ല. മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞത് അള്ളാഹിനോട് തേടാനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഖുതുബിയത്തിലൂടെ അതേ പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത് എന്താണ്? അതേ മുഹയ്യിദ്ദീൻ ശൈഖിനോട് തേടാനാണ്. കണ്ടോ, മുഹയ്യിദ്ദീൻ ശൈഖാണ് മഴ പെയ്യിക്കുന്നത് എന്ന് പോലും പ്രിയമുള്ളവരെ ഖുതുബിയത്തിലുണ്ട്. മുഹയ്യിദ്ദീൻ ശൈഖാണ് മഴ പെയ്യിക്കുന്നത് എന്ന് പോലും ഖുതുബിയത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുഹയ്യിദ്ദീൻ ശൈഖിനോട് തേടാം. നമുക്കറിയാം, നമ്മളെ നാട്ടിലെ ഖുതുബിയത്ത് നടത്തുമ്പോൾ രാത്രി മൗലവിമാർ വരും, എന്നിട്ട് വളക്കൂതും. എന്നിട്ട് വളക്കൂതിയിട്ട് ആളുകളെ എല്ലാവരും ഒരുമിച്ചിരുന്ന് എഴുന്നേറ്റ് വിളിക്കാൻ തുടങ്ങും. യാ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് മുഹയ്യിദ്ദീൻ. ഇതാരാ പഠിപ്പിച്ചത്? ആരാ പ്രിയമുള്ളവരെ പഠിപ്പിച്ചത്? മുഹയ്യിദ്ദീൻ ശൈഖ് പോലും പറഞ്ഞിട്ടില്ല തന്നെ വിളിക്കാൻ. മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞ പടച്ചോനെ വിളിക്കാനാണ്. എന്നിട്ടോ ഈ ഖുതുബിയത്തിലൂടെ പറയണ എന്താ? എന്റെ പേര് വിളിച്ചോന്നാ. വമഹിയുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സുറുമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീനി. 1000 തവണ ഏകാന്ത സമയത്ത് ദൃഢനിശ്ചയത്തോടുകൂടി എന്റെ പേര് വിളിച്ചാൽ അജബ്തുഹു മുസ്രിആ, വേഗത്തിൽ അവർ ഞാൻ ഉത്തരം നൽകും. ഇതാരാ പറഞ്ഞത്? മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞോ? അല്ല, മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല, മറിച്ച് ഇത് തമിഴ്നാട്ടുകാരൻ എഴുതിയുണ്ടാക്കിയതാണ്. അതിനെ ഏകാന്ത സമയത്ത് ഒറ്റക്കാകാനാണ് ഈ വളക്കൂതുന്നത്. എന്നിട്ട് ഈ ഖുതുബിയത്ത് നടത്തുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ഇത് സ്വഹാബത്ത് ചെയ്തതാണോ? താബികൾ ചെയ്തതാണോ? തബഉ താബികൾ ചെയ്തതാണോ? 4 ഇമാമുമാർക്ക് ഇത് പരിചയമുണ്ടോ? അവരൊന്നും ഇത് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമല്ല. ഇനി പ്രിയമുള്ളവരെ, മാലയിലൂടെ എന്താ പറയുന്നത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ടു പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് കോഴിക്കോട്ടുകാരനായ ഖാദി മുഹമ്മദ് എഴുതിയുണ്ടാക്കിയ മാലയിലെ വരികളാണ്. ആർക്കാ പ്രിയമുള്ളവരെ ഹൃദയം കാണാൻ കഴിയാ? ആർക്കാണ് ഹൃദയം കാണാൻ കഴിയാ? അത് പടച്ചോന്റെ കഴിവാട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാ റബ്ബാണ്. ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതിനെ കുറിച്ച് അറിയുന്നവനാ റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരുത്തന്റെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ എഴുതിയുണ്ടാക്കിയ മാലയിൽ പറയാണ്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ എങ്ങനെയാണോ പുറത്തു നിന്ന് കാണാൻ കഴിയുന്നത്, അതുപോലെ ഹൃദയം കാണാൻ മുഹയ്യിദ്ദീൻ ശൈഖിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത, അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത വാദം പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കി അതാ ദീനായിക്കൊണ്ട് ആചരിച്ചു പോവുകയാ മുസ്ലിം സമുദായം. തീർന്നില്ല, എന്തൊക്കെയാ പറയുന്നത്? വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. കണ്ടോ, ഇതൊക്കെ ഇസ്ലാമാണോ പ്രിയമുള്ളവരെ? ഇതൊക്കെ ഇസ്ലാമാണോ? ചിന്തിക്ക്. സ്വർഗം ആഗ്രഹിക്കുന്നവരാണോ? അവർക്ക് ദീനായി കൊണ്ട് പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെ പലതും നമ്മുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിക്കൂടാ. അത് ജൂതന്റെ സ്വഭാവമാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്? വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ
ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم فويل لهم مما يكسبون. അവരതാ ജൂതന്മാർ പലതും എഴുതിയുണ്ടാക്കുകയാണ്. അവർക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥം അവർ പഠിച്ചില്ല, അതിന്റെ അകത്തുള്ളത് എന്താണ് എന്നവർ പിൻപറ്റിയില്ല. അവർ പുരോഹിതന്മാർ പലതും എഴുതിയുണ്ടാക്കി, എന്നിട്ട് അവർ പറഞ്ഞു ഹദാ മിൻ ഇൻദില്ലാ, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്, ഇതൊക്കെ ദൈവീകപാട്, ഇത് ചൊല്ലിക്കോ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാം എന്ന് പറഞ്ഞു ജൂതന്മാരായ പാതിരിമാര് പുരോഹിതന്മാര്. അല്ലാഹു പറയാണ് ഫവൈലുൽ ലഹും മിമ്മാ കതബത ഐദീം ഫവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയത് കൊണ്ട് അവർക്ക് നരകമാണ്, അതുകൊണ്ട് കിട്ടിയ സമ്പത്തും അതും അവർക്ക് നരകം തന്നെയാണ്. പ്രിയമുള്ളവരെ, ദീനിൽ ഒരാൾക്കും കൈകടത്താൻ അനുവാദമില്ല. ദീൻ പൂർത്തീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത്. 23 വർഷക്കാലം കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി ഫറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ നിങ്ങൾക്ക് മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. മതം പൂർണ്ണമാണ്, മതം പൂർണ്ണമാണ്. ഫമാലം യകുൻ യൗമ ഇദിൻ ദീനാ ലാ യകൂനൽ യൗമ ദീനാ. ഇന്ന് ദീനല്ലാത്തത് ഇനി ഒരിക്കലും ദീനല്ല. അത് പഠിപ്പിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന വിശ്വാസങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ, സഹാബത്തിന് പരിചയമുള്ളതാണോ? പരിശോധിക്കണം. അതേ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള മാനദണ്ഡം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് ഓതിയോ? സഹാബത്ത് മൗലൂദ് ഓതിയോ? സഹാബത്ത് താബിഈകൾ മൗലൂദ് ഓതിയോ? എങ്കിൽ നമുക്ക് മൗലൂദ് ഓതാം, ഇല്ലെങ്കിൽ അത് അനുവദനീയമല്ല. അവിടുന്ന് കുതുബിയത്ത് ചൊല്ലിയോ നമുക്ക് ചൊല്ലാം, അവിടുന്ന് മാല ചൊല്ലിയോ നമുക്ക് മാല ചൊല്ലാം, അവിടുന്ന് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയോ നമുക്ക് ഓതാം, അവിടുന്ന് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലിയോ നമുക്ക് ദിക്ർ ചൊല്ലാം, അവിടുന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ ചൊല്ലാൻ പാടില്ല. ഖബർ കെട്ടിപ്പൊക്കിയോ എങ്കിൽ നമുക്ക് ഖബർ കെട്ടിപ്പൊക്കാം, അത് ജൂതന്റെ സ്വഭാവമാണെന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഖബർ കെട്ടിപ്പൊക്കിക്കൂടാ. ശാഫി മദ്ഹബ് പോലും പറഞ്ഞത് എന്താണ്? ഒരു ചാണിലധികം ഖബർ ഉയർത്തിക്കൂടാ. ഒരു ചാണിലപ്പുറം ഉയർത്തിക്കഴിഞ്ഞാൽ അത് ഖബറാണെന്നറിയാൻ വേണ്ടിയാണ് മുകൾ ഭാഗം പരത്തണം, കൂർപ്പിക്കരുത്. ആരുടെ ഖബറാണെങ്കിലും ശരി, ജൂതന്മാർ അമ്പിയാക്കളുടെ ഖബർ കെട്ടിപ്പൊക്കിയത് കൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്ക്, കാസർഗോഡ് ജില്ലയിൽ എത്രയെത്ര ഖബറുകളാ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഷാഫി മദ്ഹബാണോ? ഷാഫി മദ്ഹബ് പോലും പറഞ്ഞത് കെട്ടി ഉയർത്തിയ ഖബറുകൾ തട്ടി നിരപ്പാക്കൽ വാജിബാണ് എന്നാണ്. തിരികളും മറ്റും കത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. അതൊരിക്കലും വഖഫ് ചെയ്തുകൂടാ, നേർച്ച ചെയ്തുകൂടാ എന്ന് പഠിപ്പിച്ച ഷാഫി മദ്ഹബ്, ആ ഷാഫി മദ്ഹബ് പോലും അംഗീകരിക്കാതെ പച്ച ശിയായിസം ഈ കേരളത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പുരോഹിതന്മാരാണ്. പരലോകം നഷ്ടമാണ്. നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകേണ്ടി വരും. സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു മാർഗമേയുള്ളൂ. അത് ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗമാണ്, അത് സുന്നത്ത് പഠിപ്പിക്കുന്ന മാർഗമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ്, സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയ മാർഗമാണ്. അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണേ, പഠിക്കണേ, ചിന്തിക്കണേ. പ്രിയമുള്ളവരെ, മരണം എപ്പോഴും നമ്മിലേക്ക് കടന്നു വരാം. നമ്മുടെ പാദരക്ഷകളുടെ വാറുകൾ എത്രത്തോളം ശരീരവുമായി ഒട്ടി നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് മരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഖബറിൽ നിങ്ങളാ പോകുന്നത്, വിചാരണക്ക് നിങ്ങളാണ് നേരിടേണ്ടി വരിക. നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് ഈ ശബ്ദം കേട്ട ഒരാൾക്കും ഞങ്ങൾ ഇതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. ഞങ്ങളുടെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം, പരിശോധിക്കാം. ഇവിടെ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളാണ്, പ്രവാചകാധ്യാപനങ്ങളാണ്, സഹാബത്തിന്റെ മാതൃകകളാണ്. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സന്മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ പുരോഹിതന്മാരെന്തു ചെയ്യുന്നു, പ്രമാണിമാരെന്തു ചെയ്യുന്നു, അത് പ്രസക്തമല്ല. നാട്ടിൽ പാരമ്പര്യമായി എന്തു ചെയ്യുന്നു, അത് പ്രസക്തമല്ല. നമ്മുടെ ഖബർ, നമ്മുടെ വിചാരണ, നമ്മുടെ പരലോകം, നമ്മുടെ മീസാൻ, നമ്മുടെ സ്വർഗനരകങ്ങൾ, അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അവർ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കല്ലുകൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. പള്ളിയിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് കുറച്ച് ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം
എന്നിട്ടവർ അതിലൊരാൾ പറയും ഹല്ലിലൂ മിആ, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള കല്ലുകൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. അതിനുശേഷം സബ്ബിഹൂ മിആ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലൂ. അങ്ങനെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്. എന്താ കാണുന്നത്? പള്ളിയിലിരുന്ന് ഹൽഖയിരുന്ന് കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാ കാണുന്നത്. അദ്ദേഹം വേഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ഇതാ കുറച്ചാളുകൾ പള്ളിയിലിരുന്നു കൊണ്ടതാ ദിക്റുകൾ ചൊല്ലുന്നു. ഒരു പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേകമായ രൂപത്തിലതാ അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, താങ്കളൊന്നും അവരോട് പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, അങ്ങയോട് ചോദിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 2 സഹാബിമാരും പള്ളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ ആളുകളോട് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഖൈറാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ് ഈ 2 സഹാബിമാർ, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണി നോക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ എണ്ണി നോക്കാമായിരുന്നില്ലേ? വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായമേ നിങ്ങൾക്ക് നാശമാണ്. മാ അസ്റഉ ഹലക്തകും, എത്ര പെട്ടെന്നാ നിങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹഉലാഇ സ്വഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തതാ ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചു തീർന്നിട്ടില്ല. വഹാദിഹി സിയാബുഹു ലം തുബൽ, അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല. വആനിയതഹു ലം തുക്സർ, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല. അതിന്റെ മുന്നേ നിങ്ങൾ ബിദ്അത്ത് ഉണ്ടാക്കുകയാണോ? ഇതും പറഞ്ഞുകൊണ്ട് ആ പള്ളിയിലിരുന്ന് ഹൽക്കയിരുന്ന് പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലിയ ആളുകളെ പള്ളിയിൽ നിന്ന് അട്ടിപ്പുറത്താക്കുകയാണ്. എന്തേ കാരണം? ദിക്റുകൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ? സുബ്ഹാനല്ലാഹ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ? പ്രിയമുള്ളവരെ, കുഴപ്പമുള്ളത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പ്രത്യേക ദിവസം പ്രത്യേകമായി കൂടിയിരുന്നു കൊണ്ട് പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലാൻ അവിടുത്തെ മാതൃകയില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല. അവിടുന്ന് പഠിപ്പിച്ച രൂപത്തിൽ, പഠിപ്പിച്ച എണ്ണം പഠിപ്പിച്ച രൂപത്തിലാ നമ്മൾ ചൊല്ലേണ്ടത്. നമുക്കെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല, നമുക്കെപ്പോഴും സുബ്ഹാനല്ലാഹ് ചൊല്ല. പക്ഷേ ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ച്, ഒരു പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച്, ഒരു പ്രത്യേകമായ നിലക്കുള്ള ഒരുമിച്ച് കൂടിക്കൊണ്ട് അങ്ങനെ ദിക്ർ ചൊല്ലണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടാകണം. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ വഹയ്യാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുന്ന് പോലും വഹയ്യിന് മുഖേനയല്ലാതെ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതാരാണ് പറഞ്ഞത്? അല്ലാഹയാണ് പറഞ്ഞത്, പടച്ച റബ്ബാണ് പറഞ്ഞത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പഠിപ്പിച്ചിട്ടില്ല. കിടക്കപ്പായിൽ നിന്ന് എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്? കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ടോയ്ലറ്റിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? എന്താണ് ചൊല്ലേണ്ടത്? പുറത്തെങ്ങനെ ഇറങ്ങണം? പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? അതേ വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് ചൊല്ലണം? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? വാഹനപ്പുറത്ത് കയറുമ്പോൾ എന്ത് ചൊല്ലണം? ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ കാര്യങ്ങൾ മുഴുവൻ എല്ലാം വഹയ്യാണ്. ആ വഹയിനെ അങ്ങ് സ്വീകരിക്കണേ. അതാണ് സ്വർഗത്തിന്റെ പാത. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വമാ അതാകുമുർ റസൂലു ഫഖുദൂ. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്തൊന്ന് കൊണ്ടുവന്നോ അത് നിങ്ങളങ്ങ് സ്വീകരിക്കുക. ആ പ്രവാചകൻ എന്തൊന്ന് നിങ്ങൾക്ക് വിരോധിച്ചുവോ അത് പരിപൂർണമായി നമ്മൾ ഒഴിവാക്കുക. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ പ്രിയമുള്ളവരെ മൗലൂദില്ല. ആരാ പറഞ്ഞത്? മൗലൂദ് കഴിക്കുന്ന ആളുകളാ പറഞ്ഞത്. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ.
മൗലൂദ് കഴിക്കുന്ന ഏർപ്പാട് അത് ഹിജ്റ 300 ശേഷമാണ് വന്നത്. ഇർബൽ ഭരിക്കുന്ന മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മൗലൂദ് കഴിച്ചിട്ടില്ല. സഹാബത്ത് മൗലൂദ് കഴിച്ചിട്ടില്ല. താബിഈകൾ മൗലൂദ് കഴിച്ചിട്ടില്ല. തബഉ താബിഈകൾ മൗലൂദ് കഴിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ മൗലൂദ് കഴിച്ചിട്ടില്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മൗലൂദ് കഴിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മൗലൂദ് കഴിച്ചിട്ടില്ല. ഇങ്ങനെ 4 ഇമാമുമാരും മൗലൂദ് കഴിച്ചിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത് ഇസ്ലാമല്ല. ഇസ്ലാം പഠിപ്പിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഈ മൗലൂദ് കഴിക്കുന്ന ഏർപ്പാട് അത് പ്രിയമുള്ളവരെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ശാഫി മദ്ഹബ് പോലും പറഞ്ഞത് അത് തന്നെയാണ്. മൗലൂദ് കഴിക്കുന്ന ഏർപ്പാട് അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ഇനി ബുർദ നമ്മുടെ നാടുകളിലതാ ഇപ്പോൾ വിവാഹ വീടുകളിൽ വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബുർദയുണ്ട്. ബുർദത്ത് ബൂസീരി എന്ന് പറയുന്ന ആ ഒരു കാവ്യം സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാ പലരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ബുർദയുണ്ടാക്കിയ ബൂസീരി ജനിക്കുന്നത് ഹിജ്റ 608 ബുർദയുണ്ടാക്കിയ ബൂസീരി ജനിക്കുന്നത് ഹിജ്റ 608 അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 696 ണ്ടോ. ബുർദ ഉണ്ടാക്കിയ ആള് ജനിക്കുന്നത് ഹിജ്റ 608. അതിനർത്ഥം ഹിജ്റ 608 വരെയുള്ള ഒരൊറ്റ മുസ്ലിമും ബുർദ ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമല്ല. ഇതിനെയാണ് സലഫികൾ എതിർക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ അവരെന്താണോ ദീനായി ജീവിതത്തിൽ കൊണ്ടു നടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ജീവിതത്തിൽ ദീനായി പഠിപ്പിച്ചത്, അതേ ദീനാവുകയുള്ളൂ. അതല്ലാത്തത് ദീനല്ല. ഇനി നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ മൗലൂദുകളിലൂടെ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. മൗലൂദ് മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും നടത്താറുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, മൗലൂദിലുള്ള തേട്ടങ്ങൾ അല്ലാത്തവരോടാണ്. മൗലൂദിൽ പല പ്രാർത്ഥനകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കള്ളക്കഥകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്ന വ്യക്തിയാണ് എന്ന് മൗലൂദ് കിതാബുകളിൽ പഠിപ്പിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് സബീന കിതാബുകളിലൂടെ മുസ്ലിം സമുദായം അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ശറഫല്ലന മൗലിദിൽ കാണാം, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ അടിമയായ ഞാൻ ആഗ്രഹിക്കുന്നത് ഫളലകൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ കനിവും കൃപയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, നബിയെ അങ്ങയുടെ അടിമയായ ഞാൻ. ആരുടെ അടിമയാണ് ഒരു മുഅ്മിൻ? ആരുടെ അടിമയാണ് മനുഷ്യൻ? പടച്ച റബ്ബിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞത് എന്താണ്? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലുമാണ്. എന്നിട്ടോ ആ സറഫന മൗലൂദിൽ പറയാൻ, ഫീക ഖദ് അഹ്സൻതു ലന്നി, താങ്കളെ കുറിച്ചുള്ള വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട് നബിയെ. യാ ബശീറു യാ നദീർ, സന്തോഷ വാർത്ത അറിയിപ്പിക്കുന്ന താക്കീത് നൽകുന്ന പ്രവാചകരെ. അടുത്ത വരി എന്താ? ഫഅഗീസ്നി വഅജ്റിനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാസി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂരി. എന്താ പറയുന്നത്? ഫഅഗീസ്നി, എന്നെ സഹായിക്കണേ നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ തേട്ടം. വഅജ്റിനി, എന്നെ രക്ഷപ്പെടുത്തണേ. യാ മുജീറു മിനസ് സഈർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നബിയേ എന്നെ രക്ഷപ്പെടുത്തണേ. മൗലൂദ് കിതാബിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുകയാണ്. യാ ഗിയാസി, എന്റെ സഹായമേ. യാ മലാദി, എന്റെ അവലംബമായ നബിയേ. ഫീ മുലിമാത്തിൽ ഉമൂരി, പ്രയാസകരമായ കാര്യങ്ങൾ എനിക്ക് അവലംബമായിട്ടുള്ള നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ തേടുന്നത്. ഇനിയോ അങ്കൂസ മൗലൂദിൽ കാണാം ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പബമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, നിങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ആരോടാ പാപമോചനത്തിന് വേണ്ടി തേടുന്നത്? ചിന്തിക്കണം പ്രിയമുള്ളവരെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും മനുഷ്യരെ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ ഒരു ദിവസം 100-ലധികം തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പ്രിയമുള്ളവരെ മൗലൂദുകളിലൂടെ പാപമോചനത്തിന് വേണ്ടി തേടുന്നത്. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബൽ മൂബിഖാതി അൻത സത്താറുൽ മസാവി വമുഖീലുൽ അസറാത്ത്. നബിയെ, താങ്കളാണ് വിനാശകരമായ പാപങ്ങൾ പൊറുക്കുന്നവൻ, താങ്കളാണ് ദോഷങ്ങൾ മൂടി വെക്കുന്നവൻ. ഇങ്ങനെ ഈ മൗലൂദുകൾ എടുത്തു നോക്കിയാൽ പ്രിയമുള്ളവരെ 100 കണക്കിന് ഈ ആളുകളോട് തേടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്തിനാണ്? ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും, ആ രക്ഷിതാവ് നിങ്ങളെ പടച്ചവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ചവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ. ഒരു വിശുദ്ധ ഖുർആൻ പഠിക്കാണ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തന്നവൻ അവനാണ്. വൻസല മിനസ്സമാഇ മാഅ, അതേ ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്നവൻ അവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ പ്രത്യേകതകൾ പറയാണ്. ഇതൊന്നും ലോകത്തൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ല, മമ്പറന്തങ്ങൾക്ക് കഴിയില്ല, വനമ്പത്ത് ബീവിക്ക് കഴിയില്ല, സിഎമ്മിന് കഴിയില്ല, ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും കഴിയില്ല. സൃഷ്ടിക്കാൻ ആർക്കാണോ കഴിവുള്ളത്? അതുകൊണ്ടല്ലേ അല്ലാഹു പറയുന്നത് വല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, ലാ യഖ്ലുഖൂന ശൈആ, അവർ ഒന്നിനെയും സൃഷ്ടിച്ചവരല്ല. വഹും യുഖ്ലഖൂൻ, അവരാണെങ്കിലോ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അംവാതുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് പുനർജീവിപ്പിക്കപ്പെടുക എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക. ഏകനായ റബ്ബിലേക്ക് ആരാധനകളുടെ എല്ലാ വശങ്ങളും നമ്മൾ തിരിച്ചുവിടുക. നേർച്ചകൾ റബ്ബിലേക്ക് മാത്രം, സത്യം ചെയ്യൽ റബ്ബിനെ പിടിച്ചു മാത്രം, തവക്കുൽ റബ്ബിലേക്ക് മാത്രം, ഇങ്ങനെ തുടങ്ങിയ ആരാധനകളായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ എല്ലാം റബ്ബിലേക്ക് മാത്രം. അതാ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.